പഹൽഗാമിൽ ആക്രമണത്തിന് കാരണക്കാരായ ഭീകരവാദികളെ പിടികൂടുന്നതിന് മുൻപ് ഭാരതം ചെയ്യേണ്ട മറ്റു ചിലതുണ്ട്. ഭാരതത്തിനുള്ളിലുള്ള പാകിസ്ഥാൻ മനസ്സുള്ള ഭീകരവാദികളുടെ മനസ്സുള്ള ഭാരതത്തിലെ ഹിന്ദുക്കളെ വെറുക്കുന്ന ഓരോ വ്യക്തിയെയും ആദ്യം പൂട്ടുക. പഹൽഗാമിൽ നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിൽ രാജ്യമൊട്ടാകെ കണ്ണീർ പൊഴിക്കുമ്പോൾ വിനോദസഞ്ചാരികളെ കൂട്ടക്കുരുതി നടത്തിയതിന് പാകിസ്ഥാനും ഭീകര ഗ്രൂപ്പിനും നന്ദി പറഞ്ഞിരിക്കുകയാണ് ഭാരതത്തിലെ ഒരു യുവാവ്. ഝാർഖണ്ഡ് ബൊക്കാറോ സ്വദേശിയായ മുഹമ്മദ് നൌഷാദാണ് നിരപരാധികളെ കൊന്നൊടുക്കിയതിന് പാകിസ്ഥാനും ഭീകര സംഘടനയ്ക്കും നന്ദി പറഞ്ഞത്. ഇത്തരത്തിൽ നന്ദി പറഞ്ഞ് നൌഷാദ് മുന്നോട്ട് വന്നു. നന്ദി പറയാതെ നന്ദി ഉള്ളിൽ സൂക്ഷിച്ച് സന്തോഷിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. സോഷ്യൽ മീഡിയയിൽ സന്തോഷം പ്രകടിപ്പിക്കുക മാത്രമല്ല നൌഷാദ് ചെയ്തത്, ഭീകരരുടെ പ്രവൃത്തിയെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൽ ഭീകരരുടെ പ്രവൃത്തിയെ പിന്തുണയ്ക്കുന്നവർ നിരവധി ഉണ്ട് എന്നത് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഭീകരരെ പൂട്ടുന്നതിന് മുൻപ് അവരെ പിന്തുണയ്ക്കുന്ന ഭാരതത്തിലെ പാകിസ്ഥാൻ മനസ്സുള്ള ഭാരതത്തിലെ ഹിന്ദുവിനെ വെറുക്കുന്ന ഓരോരുത്തരെയുമാണ് പൂട്ടേണ്ടത്. നിരവധി പേർ ഈ പോസ്റ്റ് ഝാർഖണ്ഡ് പോലീസിനെ ടാഗ് ചെയ്തു. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെ ഝാർഖണ്ഡ് പോലീസും ഉണർന്നു പ്രവർത്തിച്ചു. പ്രതിയെ കണ്ടെത്തി ഉടൻ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ബീഹാറിലെ മദ്രസയിൽ പഠിച്ച നൌഷാദ് എന്ന 35-കാരൻ ബൊക്കാറോയിൽ പിതാവിനൊപ്പമാണ് താമസിക്കുന്നത്. ഇയാളുടെ സഹോദരൻ ദുബായിലാണ്. നേരത്തെയും ഇതുപോലെ പ്രകോപനപരമായ നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇയാൾ പങ്കുവച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് സഹോദരൻ വഴി ലഭിക്കുന്ന സിം കാർഡാണ് ഇയാൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് അറിയുന്നത്. നന്ദി പാകിസ്ഥാൻ, നന്ദി ലഷ്കർ ഇ തോയ്ബ, അള്ളാഹു നിങ്ങളെ എന്നും അനുഗ്രഹിക്കുക. അമീൻ. RSS, BJP, ബജ്രംഗ് ദൾ, മാധ്യമങ്ങൾ ഇവരിൽ ആരെ ലക്ഷ്യമാക്കിയാലും ഞങ്ങൾ ഇതിലുമേറെ സന്തോഷിക്കുമെന്നായിരുന്നു നൌഷാദിന്റെ പോസ്റ്റിന്റെ ഉള്ളടക്കം. ഇതുപോലെ ഭാരതത്തിനുള്ളിലെ ഭീകരവാദികളെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു വിവാദ പരാമർശത്തെക്കുറിച്ച് പറയേണ്ടി വരും. വിവാദ പരാമർശവുമായ കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് വാദ്ര തങ്ങൾ സുരക്ഷിതരല്ല എന്ന് മുസ്ലിങ്ങൾക്ക് തോന്നുന്നുവെന്നും പ്രധാനമന്ത്രിക്ക് ആ സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് ഭീകരർ മതം നോക്കി ആക്രമിച്ചത് എന്ന മണ്ടത്തരം എഴുന്നള്ളിച്ചിരിക്കുകയാണ്. ഇത്തരം സംഘടനകൾക്ക് തോന്നുന്നത് ഹിന്ദുക്കൾ എല്ലാ മുസ്ലിങ്ങൾക്കും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്. മതം നോക്കി ആരെങ്കിലും കൊല്ലുന്നത് പ്രധാനമന്ത്രിക്കുള്ള ഒരു സന്ദേശമാണ്. കാരണം മുസ്ലിങ്ങൾ ദുർബലരാണ് എന്ന് അവർക്ക് തോന്നുന്നു, ന്യൂനപക്ഷങ്ങൾ ദുർബലരാണ് എന്ന് അവർക്ക് തോന്നുന്നു എന്നാണ് റോബർട്ട് വാദ്രയുടെ വാക്കുകൾ. പെഹൽഗാമിലെ ബെസ്റൻ പുൽമേട്ടിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിൽ രാജ്യം ദുഃഖം ആചരിക്കുമ്പോഴാണ് വാദ്രയുടെ വിവാദ പ്രസ്താവന. പിന്നാലെ BJP നേതാവ് അമിത് മാളവ്യ വാദ്രയുടെ പരാമർശത്തെ വിമർശിച്ച് രംഗത്തെത്തി. റോബർട്ട് വാദ്ര ഭീകരാക്രമണത്തെ ന്യായീകരിച്ച് ഭീകരർക്ക് മറയൊരുക്കുകയാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു. ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വാദ്ര ഭീകരതയെ അപലപിക്കുന്നതിന് പകരം അവർക്ക് മറയൊരുക്കി ഒരു ഭീകരാക്രമണത്തെ ലജ്ജയില്ലാതെ ന്യായീകരിക്കുന്നു. അദ്ദേഹം അവിടെയും നിർത്തുന്നില്ല. പകരം പാകിസ്ഥാൻ ഭീകരർ ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് ഇന്ത്യയുടെ മേൽ കുറ്റം ചുമത്തുന്നു എന്നും അമിത് മാളവ്യ പ്രതികരിച്ചു. BJP MP നിഷികാന്ത് ദുബെയും വാദ്രയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യത്ത് വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതച്ചത് കോൺഗ്രസിന്റെ മാനസികാവസ്ഥയാണെന്നും അദ്ദേഹം വിലയിരുത്തി. അതേസമയം മറ്റൊരു കാര്യം, മുൻ BJP MPയും നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനുമായ ഗൗതം ഗംഭീറിന് വധഭീഷണി വന്നിരിക്കുകയാണ്. ISIS കാശ്മീർ എന്ന ഭീകര സംഘടനയാണ് ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. ഗംഭീറിന്റെ ഔദ്യോഗിക ഇമെയിൽ ഐഡിയിലേക്ക് 2 വ്യത്യസ്ത ഇമെയിലുകളിലായാണ് ഭീഷണി സന്ദേശം എത്തിയത്. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ച് താരം പോസ്റ്റും പങ്കുവച്ചിരുന്നു. ഭീഷണിയെ തുടർന്ന് ഗംഭീർ ഡൽഹി പോലീസിൽ നിന്നും അടിയന്തര നടപടി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നും തന്റെ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് താരം ഔദ്യോഗികമായി അപേക്ഷ സമർപ്പിച്ചതായി രജീന്ദ്രനഗർ പോലീസ് സ്റ്റേഷനിലെ SHOയും സെൻട്രൽ ഡൽഹി DCPയും അറിയിച്ചു. ഏപ്രിൽ 22-നാണ് ഭീഷണി സന്ദേശം അടങ്ങിയ 2 ഇമെയിലുകൾ ലഭിച്ചത്. 2ലും I kill you എന്ന സന്ദേശം ഉണ്ടായിരുന്നു. ഗംഭീർ ഇത്തരം ഭീഷണികൾ നേരിടുന്നത് ഇത് ആദ്യമല്ല. 2021 നവംബറിൽ സിറ്റിംഗ് പാർലമെന്റ് അംഗമായിരിക്കെ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഒരു ഇമെയിൽ ലഭിച്ചിരുന്നു. ഭീഷണിയുടെ ഗൗരവം കണക്കിലെടുത്ത് ഇക്കാര്യം സമഗ്രമായി അന്വേഷിക്കുകയും ഗംഭീറിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുരക്ഷ ഒരുക്കുന്നതിന് ഉചിതമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ദില്ലി പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.